ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു കിഡ് സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തിടാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൂടെ വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫില്ലിംഗ് ആണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫില്ലിങ്ങിന് മെയിനായിട്ട് എടുക്കുന്നത് ചിക്കനാണ്. നിങ്ങൾ കുട്ടികൾക്ക് ചിക്കൻ ഇഷ്ടമില്ല എങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടും ചേർക്കാം കേട്ടോ. ചിക്കനും എഗ്ഗും കൂടെ ചേർക്കാം, അതല്ലെങ്കിൽ എഗ്ഗ് മാത്രമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ബോൺലെസ് ആയിട്ടുള്ള 2-3 ചിക്കൻ പീസസ് എടുത്തിട്ട് മഞ്ഞളും ഉപ്പും കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട്, നമ്മൾ സാധാരണ സമൂസയിലേക്കൊക്കെ വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് എടുക്കാറില്ല, ആ ഒരു രീതിയിൽ ചെയ്തെടുത്താണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കറിയിൽ ബാക്കി വന്നിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ, സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് കറക്കി എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചേർക്കാം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം, അതല്ലെങ്കിൽ വളരെ ഫൈനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതുകൂടെ അതിനകത്തേക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ടൊമാറ്റോ അതല്ലെങ്കിൽ ഇപ്പം ക്യാപ്സിക്കം ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അതുകൂടെ ഫൈനായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 മക്കളും അത് കഴിക്കൂല, അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ക്യാപ്സിക്കം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് കുക്കുംബർ ചേർക്കുന്നത്, അതായത് നമ്മുടെ കക്കയൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷേ അത് സ്ലൈസ് ആയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫില്ലിങ്ങിൽ അത് മിക്സ് ചെയ്തെടുക്കുന്നില്ല, നമ്മൾ സ്ലൈസ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അരിഞ്ഞെടുത്ത് ഇതിൽ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ക്യാരറ്റും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിന് ചെറിയൊരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ടീസ്പൂണോളം നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ മതി, കൂടണ്ട. കുട്ടികൾക്കൊക്കെ പുളി വല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒരു 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കുക, അതും കൂടരുത് കേട്ടോ, ജസ്റ്റ് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്തിയാൽ മതി, അതായത് കുരുമുളക് പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ്, അതുപോലെ നമ്മൾ കുരുമുളകിൻ്റെ പൊടി, നാരങ്ങയുടെ നീരൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മയോണൈസ് ആണ്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് തയ്യാറാക്കുന്ന രീതി തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതേ എൻ്റെ സ്ക്രീനിലോ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ എത്ര ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 4-5 ദിവസം വരെ ഇതുപോലുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രിഡ്ജിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയാണ്. ഞാനിപ്പം 6 ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ബ്രൗൺ കളറായിട്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം. മിക്കവാറും കുട്ടികളൊക്കെ അത് ഒഴിവാക്കുകയായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ കെച്ചപ്പും മിക്കവാറും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് കഴിക്കാൻ. അപ്പോൾ അത് കെച്ചപ്പ് അവരുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 2 ബ്രെഡ് സ്ലൈസ് എടുക്കാം ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും മയണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം മയണൈസ് നമ്മുടെ ഫില്ലിങ്ങിൽ ചേർത്തിയോണ്ട് തന്നെ ഇതിലിപ്പം ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു ബ്രെഡ് സ്ലൈസിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് വേണം കേട്ടോ, അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെക്കുന്നത്. അപ്പോൾ അത് ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒരു ബ്രെഡിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ പുറകിലേക്ക് വരും, നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ പീസ് ചേർത്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ടൊമാറ്റോ അങ്ങനെ പീസായിട്ട് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ചീസിൻ്റെ സ്ലൈസ് വെക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊസറല്ല ചീസ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ, അതും ടേസ്റ്റിയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു പീസ് കൊണ്ട്
ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് സാൻഡ്വിച്ച്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ട്രയാങ്കിൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും, കാണാനും ഭംഗി അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു പാനിൽ ജസ്റ്റ് കുറച്ച് ബട്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഒരു മേക്കർ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് 2 വശം ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിത് ഇതുപോലെയാണ് കഴിക്കാൻ കൊടുക്കുന്നത്. ടോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബട്ടർ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ആ ഒരു കുക്കുമ്പറിൻ്റെ പീസസ് ഒക്കെ ഒന്ന് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1-2 ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കുട്ടികൾക്കൊരു ഇഷ്ടമാണ് അങ്ങനെ നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ടൂത്ത് പിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ മയോ സാൻഡ്വിച്ച്. അപ്പോൾ നിങ്ങൾ റെഡി ആക്കിയിട്ട് നോക്കുക, കുട്ടികൾക്ക് കൊടുത്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.